ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെറൂസിയയിലേക്ക് സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സങ്കീർത്തനം 81 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ പ്രകാരം പറയുന്നു: മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കരയേറ്റിക്കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. നിന്റെ വായ് തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. എൻ്റെ ജനമോ എൻ്റെ ശബ്ദം കേൾക്കാതെയും ഇസ്രായേൽ എന്നെ അനുസരിക്കാതെയും ഇരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മിസ്രയീം ദേശം ഏറെ പുഷ്ടിയും സമൃദ്ധിയുമുള്ള ദേശമാണ്. അതേസമയം അടിമത്തത്തിൻ്റെയും ആഭിചാരങ്ങളുടെയും മന്ത്രവാദത്തിൻ്റെയും ദേശം കൂടിയാണ്. കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആ ദേശത്തു നിന്ന് നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഞാനാകുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ, പലതരം പാരമ്പര്യമായ തഴക്കദോഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന നമ്മെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹാ മൂലം വീണ്ടെടുക്കുകയും തൻ്റെ ചിറകിൻ കീഴിൽ നമ്മെ മറയ്ക്കുകയും ചെയ്തു. എന്നാൽ ബലഹീനരും പാപികളുമായ നമ്മൾ വീണ്ടും ആ മിസ്രയീമിലേക്ക് തിരിച്ചു പോകുന്നു. സകലവിധമായ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടുവെങ്കിലും വീണ്ടും സത്യദൈവത്തെ ഉപേക്ഷിച്ച് മിസ്രയീം ദേശത്തേക്ക് തിരികെ പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. മിസ്രയീം എന്ന് പറയുന്നത് നമ്മെ കീഴ്പ്പെടുത്തുന്ന പാപചിന്തകൾ, സമ്പത്ത്, വിവിധതര മോഹങ്ങൾ, സ്ഥാനങ്ങൾ, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസ, വീണ്ടും സത്യദൈവത്തെ ഉപേക്ഷിച്ച് ദുർമന്ത്രവാദങ്ങളുടെയും അന്യദൈവങ്ങളുടെയും പിന്നാലെയുള്ള പോക്ക്. പ്രിയപ്പെട്ടവരെ, യേശുതമ്പുരാൻ തൻ്റെ നിഷ്കളങ്ക രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നാം അവൻ്റെ തൊഴുത്തിലെ ആടുകളായി മാറണം. ആ ഇടയൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും മിസ്രയീമിലേക്ക് തിരിച്ചു പോകാതെ, അടിമത്തത്തിലേക്ക് തിരിച്ചു പോകാതെ കർത്താവിൻ്റെ കരുണയും കീഴിൽ നമുക്ക് ആയിരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.